വരുന്നില്ലേ? വരണോ? വെറുതെ അവരുടെ വായിലിരിക്കുന്ന ഞാൻ കേൾക്കണ്ടേ? സിദ്ധു ആരെയെ പേടിക്കുന്നത്? ഇതെന്റെ വീടാ. സിദ്ധുവിനിവിടെ വരാൻ ആരുടെ അനുവാദം വേണ്ടല്ലോ. വന്നാലൊരു ചായ കുടിക്കാം, അച്ഛനെ കാണാൻ ചെയ്യാം. ശരി. നിക്കണി അവിടെ. എങ്ങോട്ടാ? അകത്തേക്ക്. സിദ്ധുവിന് അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞു. വരുമ്പോഴും പോകുമ്പോഴും കാണാൻ അച്ഛനെന്താ ആനയോ മറ്റോ ആണോ? എന്താ അമ്മയുടെ പ്രശ്നം? ജോലിയെന്നും പറഞ്ഞ് ഇതുവരെ നീ എവിടെ വേണമെങ്കിലും കറങ്ങി നടന്നോ? ഈ വീട്ടില് നിന്റെ അഭ്യാസം ഒന്നും ഇറക്കാണ്ടിരുന്നാ മതി. ഞാൻ എന്താ അഭ്യാസം ഇറക്കിയത്? എടി, കെട്ടുപ്രായം എത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഈ വീട്ടില്. അവള് വഴിതെറ്റി പോവരുതെന്ന് നല്ല നിർബന്ധമുണ്ട് എനിക്ക്. നിന്നെ കണ്ടുപിടിച്ചാലേ അവളുടെ ജീവിതം നശിച്ചു പോകുന്നത്. മരിച്ച ഭർത്താവ് അണിയിച്ച താലി ഇട്ടുകൊണ്ടാ ഞാൻ നടക്കുന്നത്. അതമ്മയ്ക്കറിയാലോ. ആ എന്നെക്കുറിച്ചാണ് അമ്മ ഈ അപവാദമൊക്കെ പറയുന്നത്. എന്റെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യൂല്ല. എന്നെ കണ്ട് ഒരാളും വഴിതെറ്റില്ല. നിന്റെ പ്രഭാഷണമൊന്നും എനിക്ക് കേൾക്കണ്ട. ഇത് നിന്റെ വീടായിരിക്കും എന്ന് വെച്ച് നിന്റെ അഴിഞ്ഞാട്ടം സഹിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. അഴിഞ്ഞാട്ടം അല്ലമ്മ? എന്താ സംശയം? അത് തന്നെയാ. അപ്പൊ ശരത്ത് ഈ വീട്ടിൽ താമസിക്കുന്നതിന് എന്താ പറയാ? ഉത്തരം മുട്ടുമ്പോ ഇത് നിന്റെ സ്ഥിരം പതിവാ. ശരത്തിനെ കുറിച്ച് ചോദിക്കും. അങ്ങനെ ഇപ്പോ ആ ചോദ്യം ചോദിച്ച് നീ കേമിയാവണ്ട. ഇവന് വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛനെ കാണാൻ അമ്മയുടെ അനുവാദം എനിക്ക് വേണ്ടെങ്കിലോ? ഞാൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ചാലേ ആൾക്കാർ കൂടും. നാണക്കേട് എനിക്കല്ല, നിനക്ക് തന്നെയാ. ദേവികേ, ഞാനിപ്പോ പോവാം. അച്ഛനെ പിന്നെ വന്ന് കണ്ടോളാം. അച്ഛനെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. അച്ഛൻ കാഴ്ച വസ്തുവൊന്നുമല്ല വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കാണാൻ. നിന്ന് സമയം കളയണ്ട, പോവാൻ നോക്ക്. വക്കീലെന്താ വന്ന കാലത്ത് തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് കയറുന്നില്ലേ? ഇല്ല, ഞാൻ ഇവനെ അകത്തേക്ക് കയറ്റുന്നില്ല. അതെന്താ? ഇവൻ ആരായിട്ടാ എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? ഈ പറയുന്നത് ശരിയല്ല. ഞാൻ പക്ഷം പിടിക്കാന്ന് വിചാരിക്കരുത്. ശരത്തിന് ഇവിടെ താമസിക്കാമെങ്കിൽ സിദ്ധുവിനും ആവാം. ശരത്തിന് വേറെ ഭാര്യയില്ല. തർക്കം വേണ്ട പാർവതി. അകത്തേക്ക് വിളിച്ചിരുത്ത്. അതിഥികളോട് മോശമായി പെരുമാറാൻ പാടില്ല. പ്രഭാവതി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. എനിക്കതിനുള്ള അവകാശമുണ്ട്. പാർവതി ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ മോനെ സഹിക്കേണ്ട ഗതികേട് പാർവതിക്കുണ്ടായിരിക്കും. പക്ഷേ ഈ നിൽക്കുന്ന ദേവികയ്ക്കില്ല. എന്നിട്ടും ശരത്തിനെ ഇവളിവിടെ താമസിപ്പിക്കുന്നില്ലേ? അത് വലിയൊരു മനസ്സുള്ളതുകൊണ്ടാ. ആ മനസ്സ് നമ്മളും കാണണം. വക്കീല് കേറിക്കോ, ആരും ഒന്നും പറയില്ല. എന്താമേ, ഞാൻ അച്ഛനെ കണ്ടോട്ടെ? ഞാനല്ലേ വക്കീലെ പറഞ്ഞത്. പാർവതിക്കും എന്റെ തന്നെ അഭിപ്രായം അല്ലേ പാർവതി? ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ മോളെ. നിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ ഇങ്ങനെ പെരുമാറിയത്. പാർവതി ചെയ്യുന്നത് ശരിയല്ലാന്ന് എനിക്ക് തോന്നി. എനിക്കാരുടെ സഹായമൊന്നും വേണ്ട സിദ്ധുവിനോട് കയറ്റാൻ. അതെനിക്കറിയാലോ. ഇത് മോളുടെ വീടല്ലേ. എന്നിട്ടും എന്തുകൊണ്ടാ മോളത് ബലമായി ചെയ്യാതിരുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ നിലവിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം മോളെ. എന്താന്നറിയില്ല, ഈ ഇടയായിട്ട് ചിലപ്പോഴൊക്കെ ന്യായം മാത്രമേ എന്റെ നാവീന്ന് വരൂ.